അപ്പോൾ നമ്മളിന്ന് 30 ഡേ ചലഞ്ച് ഡേ 4 ആണ്. അപ്പോൾ നമുക്ക് ഒരു കാപ്പി കുടിച്ചിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഷുഗർ ആഡ് ചെയ്യാത്തൊരു കാപ്പി കുടിച്ചാണ് നമ്മൾ വർക്കൗട്ട് എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കുടിച്ചതിന് ഒരു കുപ്പി വെള്ളം കൂടി കുടിക്കും. ഇന്നലത്തെ കണക്ക് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ലേറ്റായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായത്. മഴ തോന്നിയതിന് ശേഷമാണ് നമ്മൾ ആ വർക്കൗട്ട് ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചാൽ 30 മിനിറ്റ്സ് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ റണ്ണിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ നമ്മൾ ബോഡി നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്തിടുക. അതിനുശേഷം റൺ ചെയ്ത് തുടങ്ങും. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചാൽ 30 മിനിറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. 20 മിനിറ്റ്സും കൂടി പിന്നെ നമുക്ക് 10 മിനിറ്റ് കൂടി റണ്ണിങ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇന്നത്തെ 30 മിനിറ്റ്സ് റണ്ണിങ് കഴിഞ്ഞേക്കാണ്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫുൾ ബോഡി എക്സസൈസ് ആണ്. അപ്പോൾ അത് ചെയ്യാം. നമ്മൾ ഫുൾ ബോഡി എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മാപ്പ് ചെയ്യുക. നമ്മുടെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഞ്ചറി വരാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് നമ്മുടെ വർക്കൗട്ട് എന്ന് വെച്ചാൽ 2 മിനിറ്റിൽ 10 സെറ്റ് സ്കിപ്പിംഗ് റോപ്പ് ആയിരുന്നു. നമ്മൾ സ്കിപ്പിംഗ് റോപ്പ് പകുതി ആയപ്പോൾ തന്നെ എത്ര വേർത്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. നോക്കി, ഇത് മൊത്തം നമ്മളെ വീർപ്പാണ്. ഇത് വെള്ളമല്ല ഗൈസ്, വീർക്കുന്നതാണ്. നമ്മളെ വീർപ്പ് ഇതിനകത്ത് ഇങ്ങനെ കവറായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വർക്കൗട്ട് എന്ന് വെച്ചാൽ വെയിറ്റ് ട്രെയിനിങ് ആണ്. നമ്മൾ ബൈസും ട്രൈസും ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ വർക്കൗട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ 15 നമ്പറിൻ്റെ 3 സെറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ബൈസിന് വേണ്ടിയിട്ട് ഹാമർ കേളാണ് നമ്മൾ ചെയ്തത്. ബൈസ് ഒരുവിധം അതേ പമ്പായിട്ടുണ്ടോ. അടുത്ത നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ട്രൈസിനാണ് വർക്കൗട്ട് ചെയ്തത്. അതാണ് നമ്മൾ ട്രൈസിന് വർക്കൗട്ട് ചെയ്തപ്പോൾ നമ്മൾ ട്രൈസും നല്ല രീതിയിൽ തന്നെ പമ്പായിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ 100 ക്രഞ്ചസ് ആണ്. നമ്മളിന്ന് പുഷപ്പ് ചെയ്യുന്നില്ല. നമ്മളിന്ന് ബൈസിനും ട്രൈസിനും വെയിറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് പുഷപ്സ് അവോയ്ഡ് ചെയ്തത്. ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൂൾ ഡൗൺ ആക്കിയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ 30 ഡേ ചലഞ്ചിൻ്റെ ഡേ 4 അങ്ങനെ കംപ്ലീറ്റ് ആയേക്കുവാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രീമിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുക. നമ്മുടെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ നേടാൻ നോക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം നമ്മൾ ലക്ഷ്യമെടുക്കും. ഓക്കെ, അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഗായ്സ്.